ഹലോ ഗായ്സ്, ഒരുപാട് നാളിന് ശേഷം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഏകദേശം ഒരു കൊല്ലത്തോളം ആയും തോന്നുന്നു ഞാൻ ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. കാറ് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മൾ ഇന്ന് ട്രിപ്പ് പോകുന്ന കാറ്. ഇന്ന് ഇത് ചെയ്യാൻ വേണ്ടി കാരണം ഞങ്ങൾ ഒരുപാട് നാളിന് ശേഷം ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ്. ടൊറൻറ്റോയിൽ നിന്ന് ഞങ്ങൾ മോൺട്രിയാലിലേക്ക് ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ അന്നേരം അതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, സെറ്റാണ്. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാം റെഡിയാണ്, കാറ് വന്നു. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി എല്ലാം സെറ്റായിട്ട് ഇപ്പോൾ എനിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഈ ബാക്കി നമ്മുടെ കൂടെ ആരൊക്കെയുണ്ട്, അവരുടെ വിശേഷങ്ങൾ, നമ്മൾ എങ്ങോട്ടേക്കൊക്കെയാണ് പോകുന്നത്, അതെല്ലാം വഴി അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പം സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. ബൈ. ക്ലാസ്സും കൂടെ വെക്കണായിരുന്നു. വേണ്ട, ലുക്ക് കുറച്ച് കൂട്ടായിരുന്നു. നാച്ചുറലായിട്ട് കിട്ടുന്ന അതിന്റെ വണ്ടി എടുക്കുന്നതിന് മുമ്പേ വിശപ്പിന്റെ അസുഖം തുടങ്ങിയ പാർട്ടിയാണ് വിനുക്കൂട്ടനും ഫൈസലും. ബാക്കി ഇതാണ് നമ്മുടെ ആൾക്കാർ. ഒരാളും കൂടെ ഉണ്ട്, പുള്ളിക്കാരനെ നമ്മൾ മോൺട്രിയാലിൽ നിന്ന് പിക്ക് ചെയ്യുന്നതായിരിക്കും. ഹലോ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ബിനുക്കുട്ടൻ വരികയാണ് സുഹൃത്തുക്കളെ. ഹലോ, അപ്പം നമ്മൾ ഇടയ്ക്ക് വഴിയിൽ വണ്ടി ഒന്ന് സ്റ്റോപ്പാക്കി. നല്ലൊരു പാലം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള മറ്റേ ഡ്രോണിൻ്റെ ആ ഒരു വീഡിയോ, അപ്പോൾ എല്ലാവർക്കും അറിയില്ല, മറ്റേ ഇത് ആ ഡാൻസ് കളിച്ചുകൊണ്ടുള്ള ആ വീഡിയോ, അത് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ ഇവിടെ നിർത്തി. എന്നിട്ട് നമ്മളിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് കാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയണ്ടെന്ന് നീ പറ, വ്ലോഗ് ചെയ്യേ. അപ്പൊ ഗായ്സ് നമ്മളിപ്പോ ഗായ്സ് വേണ്ട, നമുക്കൊരു സ്റ്റാർട്ടിങ് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഏകദേശം 400 കിലോമീറ്ററോളം ട്രാവൽ ചെയ്ത് നമ്മൾ ഒട്ടാവ സിറ്റിയിലെത്തി. എൻ്റെ പുറകിൽ നിങ്ങൾക്ക് പാർലമെൻറ്റ് മന്ദിരം കാണാൻ പറ്റും. ഇത് ഇവിടെയുണ്ട് അതിൻ്റെ ഒരു പാർട്ട്. അപ്പോൾ ഇനി ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ കുറച്ച് നേരം കാണാൻ വേണ്ടി പോകുന്നത്. എൻ്റെ പുറകിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ കുറച്ച് ഷൂസ് എല്ലാം ഇവിടെ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട്. അപ്പം ഇത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ കൊല്ലപ്പെട്ട ആയിരക്കണക്കിന് കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രതിഷേധ സൂചകമായിട്ടാണ് ഇവിടെ ഈ ഷൂസുകളെല്ലാം ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ എൻ്റെ ബാക്കിലായിട്ട് ഒരിക്കലും അണയാത്തൊരു ദീപസ്തംഭമുണ്ട്. നമ്മുടെ ഡൽഹിയിലൊക്കെ ഉള്ള പോലെ തന്നെ 24/7 365 ഡേയ്സ് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അണയാത്ത ദീപം എൻ്റെ പുറകിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ചോട്ടിൽ ഇതുപോലെ പാവകളൊക്കെ നിരത്തിയിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ കണ്ട ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം. അപ്പോൾ പാർലമെൻറ്റെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ട് നമ്മൾ തിരിച്ച് നടക്കുകയാണ്. ഇവിടുത്തെ സ്ട്രീറ്റുകളിൽ കൂടെ ഇനി ഒന്ന് തെന്നിത്തിരിയാ. അപ്പം ഞാനും എബിനും കൂടെ മലയാളി റെസ്റ്റോറൻറ്റ് തപ്പി ഇറങ്ങിയതാണ്. അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമൊന്നും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ദൂരം ഇങ്ങോട്ടേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിവിടെ നല്ല രീതിയിലൊന്ന് തേഞ്ഞു. 9 മണിക്കാണ് കട അടയ്ക്കുന്നത്, പക്ഷേ 8:30 അവർ ലാസ്റ്റ് കോൾ ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫുഡ് കിട്ടിയില്ല. നമ്മളിനി അടുത്ത സ്ഥലം തപ്പണം. അങ്ങനെ കൊച്ചിൻ കിച്ചണിൽ നിന്ന് ഫുഡ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ പുതിയൊരു സ്ഥലം തപ്പി കണ്ടുപിടിച്ചു. ദോശ ആൻഡ് കറീസ്. അത് തന്നെ, ദോശ ആൻഡ് കറീസിൽ പോയി നോക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ദോശ ആൻഡ് കറീസ്, ഒതൻറ്റിക് സൗത്ത് ഇന്ത്യൻ കുഷ്യൻ. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം ഓർഡർ ചെയ്തു. പക്ഷേ ഫുഡ് കിട്ടണമെങ്കിൽ ഒരു 40 മിനിറ്റ് 45 മിനിറ്റിൻ്റെ പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിലെ ഈ ഒട്ടാവ തെരുവിൽ കൂടെ തെണ്ടി തിരിയാൻ വേണ്ടി വീണ്ടും പോവുകയാണ്.
റെക്കോർഡ് ആവുന്നുണ്ടോ? റെക്കോർഡ് ആവുന്നുണ്ട്. ഹലോ. വ്ളോഗ് എങ്ങനെ ചെയ്യാന്നുള്ള പ്രൊഫഷണൽ ട്യൂട്ടറിംഗ് ആണ് ഇപ്പോൾ സോണി ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഹലോ ഗൈസ്, ആക്ച്വലി ഞാനാണ് ഇവനെ പഠിപ്പിച്ചത്. ഗൈസ്, നമ്മളിപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഇതാ നമ്മൾ ഇതാണ് ഈ കാണുന്നതാണ്. ഇത് നമ്മുടെ സ്വന്തം എബിൻ അത് എങ്ങനെ അതിനെ പേ നടത്താം, അതുപോലെ തന്നെ അതെങ്ങനെ ഓടിക്കാം എന്നതിനെ കുറിച്ച് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ നമ്മുടെ എബിൻ അല്ലെങ്കിൽ അക്ഷയ് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. അക്ഷയാണ്. ഞങ്ങൾക്ക് ആർക്കും തന്നെ താല്പര്യമില്ലായിരുന്നു, കാരണം ഇതിന് $5 ഗൈസ്. ഗൈസ്, ഞങ്ങൾ കാനഡയിലാണെങ്കിലും ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഗൈസ്. ബട്ട് അക്ഷയ് മോൺസിയുടെ ഒരു ആഗ്രഹം കാരണം നമ്മളിപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇതിന് ബെല്ലുണ്ട് ഗൈസ്. ഇതാണ് ഈ കാണുന്നതാണ് നമ്മുടെ ക്വിസ്. ഇത് നമ്മൾ പാസ്സായാൽ മാത്രമേ ഈ ഡ്രൈവ് ടെസ്റ്റ് നമ്മൾ ഇത് ഈ ഒരു ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ നമുക്ക് ഇത് ഈ ഇലക്ട്രിക് സൈക്കിൾ നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. സോറി, സ്കൂട്ടർ. ഇത് എവിടെയാണ് ഡിലീറ്റ് ആക്കുന്നത്? ക്യുസെല്ലാം കട്ടക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എബിൻ മാത്യു. ഒരു ബൈക്ക് എടുക്കാനുള്ള കഷ്ടപ്പാടാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്യുസ് എഴുതി എന്നിട്ട് എന്തായി? റിസൾട്ട് വരാറായോ? ക്വിസ് പാസ് ആവുന്നതായിരിക്കും, പക്ഷേ അപ്പൊ നമ്മൾ എക്സാം എല്ലാം ക്ലിയർ ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ എക്സാം എല്ലാം ക്ലിയർ ചെയ്തിരിക്കുന്നു. നമ്മുടെ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടാവും. പാവം പാസ്സായി. ഓ മാൻ, ഉരുണ്ട് വീഴല്ലേ? എടാ, ഇവനെ ഓടിക്കാൻ അറിയാല്ലേ? ഇവൻ നമ്മളെ പറ്റിക്കായിരുന്നു ഗൈസ്. ഇവൻ നമ്മളെ പറ്റിക്കുകയാണ് ഗൈസ്. ഇവനെ ഓടിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞ് ഓടിച്ചോണ്ട് നടക്കുന്നത് കണ്ടോ ഗൈസ്? ചവിട്ട് കൊടുക്ക, അടിപൊളി എക്സ്പീരിയൻസ്. പോണ പോക്ക് കണ്ടോ? 100 110. ഓക്കെ, ലോഡ് കണക്കിന് ഫുഡ് കിട്ടിയ സന്തോഷമാണ് സുഹൃത്തുക്കളെ ആ മുഖത്ത് കാണുന്നത്. പക്ഷെ ഒറ്റ സങ്കടമുണ്ട്, ഇത് 2 മണിക്കൂർ കഴിയാതെ നമുക്ക് കഴിക്കാൻ പറ്റില്ലേ. നമ്മൾ മോൺട്രിയാലിലെത്തും. സൂപ്പർ. ഇത് എടുത്തിരിക്കുകയാണ്, ഡ്രൈവിംഗ് സീറ്റിലേക്ക് മാറിയിരിക്കുകയാണ്. ഫൈസൽ കമാൽ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത്ര നേരത്തെ ഡ്രൈവറിനെ കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് എടുത്തിരിക്കുകയാണ്. യെസ്, ഞാനൊന്ന് മയങ്ങാൻ പോവുകയാണ് അല്ലേ? ഇനി ഗൈസ് എന്നുള്ള വേർഡ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ രാത്രി ഏകദേശം ഇപ്പോൾ ഒരു സമയം ഒരു 12:30 ആയി കാണും. അപ്പോൾ 12:30 ആയി കഴിയുമ്പോൾ നമ്മളിവിടെ Airbnb ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ Airbnb ബുക്ക് ചെയ്ത സ്ഥലത്ത് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പാർക്കിംഗ് ഇല്ല. അപ്പോൾ ഞങ്ങൾ സ്ഥലം തപ്പിക്കൊണ്ടിരിക്കും, ഇതുവരെ കിട്ടിയിട്ടില്ല, എന്താവും എന്നറിയത്തില്ല. അങ്ങനെ പോണു. അവസാനം നമ്മളൊരു സ്ഥലം കണ്ടുപിടിച്ചിരിക്കുകയാണ്. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ 9 മണിക്ക് മുമ്പ് വണ്ടി എടുത്തുകൊണ്ട് പോയി, അല്ലെങ്കിൽ വണ്ടി ടോ ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് ഇവിടുന്ന് തെറിക്കണം. മടിവാളയുടെ ഒരു വൈബ് വരുന്നുണ്ടല്ലേ? ബാംഗ്ലൂർ വൈബാണ് ഇവിടുന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വണ്ടി കിച്ചണിലേക്ക് പോട്ടെ. അപ്പൊ നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ ഡേ 2 സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാ സാധനവും എടുത്തോ? എടാ, വണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഡോർ തന്നെ തുറന്നിരുന്നത് അതാണ് ഇതിനോടത്തെ ഏറ്റവും വലിയ സെറ്റപ്പ്. അത് തന്നെ, നിങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾ ബാംഗ്ലൂർക്കാണ് ട്രിപ്പ് വന്നതെന്ന്. പക്ഷെ ഇത് ബാംഗ്ലൂരല്ല ഗൈസ്. പക്ഷേ ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഒരു വ്യത്യസ്തതയുണ്ട്. ടൊറന്റോയിലൊക്കെ കാണുന്ന ഒരു ബിൽഡിംഗ് ആർക്കിടെക്ചറോ അല്ലെങ്കിൽ ബിൽഡിംഗ് സെറ്റപ്പോ അല്ല ഇവിടെ കാണുന്നത്.
അപ്പോൾ നമ്മൾ നമ്മുടെ ടൂറിൻ്റെ രണ്ടാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ മോൺട്രിയാൽ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് എത്തി നിൽക്കുന്നത്. പക്ഷേ ഇന്നലെ നമ്മൾ ബ്ലോഗിൻ്റെ ഇടയ്ക്ക് വിട്ടുപോയൊരു കാര്യമുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്, നമ്മുടെ കൂടെ ആരൊക്കെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പരിചയപ്പെടുത്തിയില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ എല്ലാവരും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ പോവാം. നല്ല മഴ വരുന്നുണ്ട്. അതിന് മുമ്പ് ഓടി എവിടെയെങ്കിലും തളർത്ത് കയറണം. അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് എല്ലാവരെയും പരിചയപ്പെടുത്താം. ഇത് ബിനു, ഇത് ഫൈസൽ, ഇത് സോണി, 28 വയസ്സ് അവിവാഹിതൻ, ഇത് എബിൻ, ഒരാൾ കൂടെ ഉണ്ട് ഡാൻസൽ. അവനാണെങ്കിൽ അവിടെ ടിക്കറ്റ് മേടിക്കാൻ വേണ്ടി അകത്തോട്ട് കയറണമെങ്കിൽ നമുക്ക് ഏകദേശം $21 ഒരു ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അവൻ പോയിട്ടുള്ള അവൻ വരുമ്പോൾ നമ്മൾ പരിചയപ്പെടുന്നതായിരിക്കും. ഡാൻസിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അവിടെ ഫ്രഞ്ചിൽ സംസാരിച്ച് തകർക്കുകയാണ് സുഹൃത്തുക്കളെ. പിന്നെ കാപ്പി പിടിച്ച് കിണ്ടിയായിരിക്കുന്നത്. അത് ടിക്കറ്റ് കൊണ്ട് നമ്മുടെ ബോഞ്ചൂർ ഡാൻസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ മഴ ചെറുതായിട്ട് ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറാൻ പോവുക. എൻട്രൻസിൻ്റെ അങ്ങോട്ടേക്ക് വരിക. ഇവിടെ മാസ്ക് നിർബന്ധമാണോ അല്ലയോ എന്ന് വലിയ പിടുത്തമില്ല. കുറേ ആളുകൾക്ക് മാസ്ക് ധരിച്ചിട്ടുണ്ട്, കുറേ ആളുകൾ ധരിച്ചിട്ടില്ല. നമുക്ക് അകത്ത് ചെല്ലുമ്പോൾ അറിയാം. ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അകത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പം ഇതിലെ ടൂറിസ്റ്റുകൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഇതിൽ നടന്നു പോകുന്നതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ സീക്വൻസുകൾ കാണാം നമുക്ക്. ഇവിടെ ഒരു വാഴ, അവിടെ ഒരു വാഴ. ഇത് ഡാൻസിൽ ജി ഫോട്ടോ എടുക്കുകയാണ്. എൻ്റെ ജാക്കറ്റ് ഇട്ടുണ്ട്. ഒരു ഉടുപ്പില്ലാതെ നിന്ന് ഫോട്ടോ ഷൂട്ട് എടുക്കുകയാണ് സുഹൃത്തുക്കളെ. ഫോട്ടോ ഷൂട്ട് എടുക്കുകയാണ്. ഇതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാണ്ട് ഫൈസൽ ജിയെ നമ്മൾ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നത്. ഇതെല്ലാം എന്താണ്? ആൻജിയോപ്ലാസ്റ്റ് ആണോ? ഈ പൂ പിടിക്കുന്നതെല്ലാം ആൻജിയോസ്പെമാണ്. പിന്നെ ഈ പാന അങ്ങനെയൊക്കെ ഉള്ള എല്ലാം ജംനോസ്പെമാണ്. അങ്ങനെയാണ് കാറ്റഗറി. എൻ്റെ അമ്മ ബോട്ടണി ആയതുകൊണ്ട് അവന് ഇതിനോടൊരു ക്രേസ് ഉണ്ട് അല്ലേ? ആയിരിക്കാം. ഇതാണ് ജംനോസ്പം. ഇതൊക്കെ ജംനോസ്പമിൽ വരുന്ന സാധനം. ഓഹോ, പൂക്കില്ല. ഇഷ്ടപ്പെടുന്നു, എടുക്കുന്നു. ഗോപാല് ആ 3 തീർന്നു. ആടാ, $21 മുതലാ. റിഫ്ലേഷ്യ എന്ന് പറഞ്ഞ പൂവാണ് ഏറ്റവും വലുത്. അങ്ങനെ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലെ ടൂർ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പം ഇതുപോലെ തന്നെ വേറൊരു ബിൽഡിങ്ങും കൂടെ നമുക്ക് ആക്സസ് ഉണ്ട് നമ്മുടെ ടിക്കറ്റിൽ. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഹോൾ ടിക്കറ്റ് ഇതിൻ്റെ കൂടെ ബാക്കി അത് നമുക്കറിയത്തില്ല. അങ്ങനെ ദൂരെയല്ല. എൻ്റെ മോനെ നമ്മൾ വേറൊരു സ്ഥലത്തെത്തി പോലുണ്ടല്ലേ. അപ്പോൾ ഗൈസ് നമ്മൾ ചൈന ടൗൺ പോലത്തെ ഒരു സ്ഥലത്ത് നമ്മൾ കയറിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തെ കാഴ്ചകളാണ് കാണുന്നത്. ഭയങ്കര നമ്മൾ അകത്തേക്ക് കയറിയ പാടെ തന്നെ നമുക്ക് ആ ഒരു വൈബിലുള്ള ഡിഫറൻസ്
നമ്മൾ എന്താ പറയുക ഷൗലിൻ ടെമ്പിളിൽ കയറിയ ആ ഒരു അതാണ് അവിടെ. സ്ലോ മോഷന് വേണ്ടി എൻട്രിക്കായി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പിന്നെ കിടു മോൺട്രിയാൽ ബൊട്ടാണിക്കൽ ഗാർഡനിലെ ചൈന ടൗൺ, ചെറിയൊരു ചൈന ടൗൺ, ചൈനയിലെ ചെറിയ കാഴ്ചകളെല്ലാം റിപ്ലിക്കേറ്റ് ചെയ്ത് അതുപോലത്തെ ബിൽഡിങ്ങുകളും അവിടുത്തെ കുറച്ച് എന്താ പറയുക കലാരൂപങ്ങളാണോ അറിയില്ല, അവിടുത്തെ അതുപോലത്തെ അവിടുത്തെ സ്ഥലങ്ങൾ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഇതാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടി. പിന്നെ ഇതേ എന്നെ കൂട്ടാതെ അവന്മാരെല്ലാം കൂടെ സെൽഫി എടുക്കുകയാണ് ഗൈസ്. എന്നെ കൂടെ കൂട്ടാ. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഏകദേശം കാഴ്ചകളെല്ലാം കഴിഞ്ഞ് തീർത്തു. ഇപ്പം നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തു. എന്നിട്ട് നമ്മളിപ്പം നടക്കാൻ പോവാം. എങ്ങോട്ടുള്ള അടുത്ത സ്ഥലം? ജാപ്പനീസ് ഗാർഡൻ ഉണ്ട്. ഇതിപ്പോൾ പൊളി സ്ഥലമല്ലേ? ഇത് ഉറപ്പായിട്ടും മസ്റ്റ് ആണ്. അതെ, ഇതെല്ലാം കാണാൻ നമുക്ക് ആകെ $20 ആയുള്ളൂ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഫുൾ ഡേ നമുക്ക് കാണാനുള്ളൂ. ഉണ്ട്. ശരിക്കും അതെ, പിന്നെ ചെടികളും അത് ആഡ് ചെയ്യുന്നുണ്ട്. അതെ ശരിയാ, സിനിമയിലും മറ്റേ സിനിമാറ്റിക് വീഡിയോകളില്ലേ യൂട്യൂബിലുള്ള അവിടെ മാത്രമേ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ കണ്ടിട്ടുള്ളൂ. ആ ഒരു ഗേറ്റ് കടന്നാൽ പിന്നെ നമ്മൾ വേറൊരു വേൾഡാണ്. അതെ അതെ അതെ. എക്സിറ്റ് എടുക്കുന്നു, അടുത്ത് നമ്മൾ ജാപ്പനീസിലോട്ട് പോകുന്നു. ഓക്കെ, അങ്ങനെ നമ്മളിപ്പം ജാപ്പനീസ് ഗാർഡനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവന്മാരെല്ലാം എന്നെ ഇട്ടിട്ട് മുന്നിലോട്ട് നടന്നു പോയി വഴി തപ്പിക്കൊണ്ടിരിക്കുക. ഡെൻസിലാണ് നമ്മുടെ വഴികാട്ടി. ആ വെള്ളച്ചാട്ടമല്ലേ, നല്ല രസമുണ്ട്. ഇത് നോക്കി, എൻ്റെ പുറകിലുള്ള സ്ഥലം കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ മൂന്നാർ വാഗമണ്ണൊക്കെയുള്ള ആ പൈൻ ട്രീസിൻ്റെ ആ ഒരു ഫീലില്ലേ, ആ ഒരു ഫീലാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമ്മളിവിടുത്തെ കാഴ്ചകളെല്ലാം ഏകദേശം കണ്ട് തീർത്തു കഴിഞ്ഞു. നമ്മൾ ആകെ 2 സ്ഥലത്തേ പോയുള്ളൂ. ഇപ്പോൾ 20ഓളം സ്ഥലമുണ്ട് ഇവിടെ ഈ ഒറ്റ പാർക്കിൽ തന്നെ. അപ്പം നമ്മൾ എല്ലായിടത്തും ഒന്നും കയറുന്നില്ല. ഏറ്റവും അട്രാക്റ്റീവാണെന്ന് തോന്നിയ 2 സ്ഥലത്ത് മാത്രമേ നമ്മളിപ്പം കയറിയുള്ളൂ. അപ്പം അത് കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ വൈകുന്നേരം ക്യൂബക്ക് സിറ്റിയിലേക്ക് പോകാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനു മുമ്പ് മോൺട്രിയാലുള്ള 1-2 സ്ഥലം കൂടെ, നമ്മൾ ഒരു ജയൻറ്റ് വീല്, പിന്നെ ചിലപ്പോൾ ഒരു പ്ലാനറ്റോറിയം, ഏക്കർ കണക്കിന് വിജിലിമ്പിച്ച് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് ഞങ്ങൾക്ക് വലിയ പിടുത്തമില്ല. ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് എക്സിറ്റ് തപ്പി, ഇതേ മാപ്പൊക്കെ നോക്കി അവർ എക്സിറ്റ് തപ്പിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഇവിടുന്ന് ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ എല്ലാ സ്ഥലങ്ങളും കണ്ടില്ല, എന്നാലും സ്റ്റിൽ നമ്മൾ പുറത്തേക്ക് പോകാൻ വേണ്ടി എക്സിറ്റ് എത്തി. ടിക്കറ്റ് കാണിക്കണോ? അയ്യോ, ഇത്ര സിമ്പിളായിട്ട് വരുന്നതിൽ എനിക്ക് ത്രില്ലില്ല. അപ്പം നമ്മളിവിടെ അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, നമ്മുടെ ഗ്രാഫിറ്റി ആലി. അപ്പോൾ അത് കൊള്ളുമില്ലെന്ന് അറിയത്തില്ല. ഇവിടെ പാർക്കിംഗ് കുറച്ച് സീനാണ്. ഇവിടെ പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ബിൽഡിങ്, അപ്പം ഇവിടെ താമസിക്കുന്നവർക്ക് മാത്രമേ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവന്മാർ 2-3 പേര് വണ്ടിയിലിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ജസ്റ്റ് സ്ഥലം ഒന്ന് പോയി നോക്കിയിട്ട് അടിപൊളിയാണെങ്കിൽ മാത്രം അവന്മാരെ കൂടെ വിളിച്ച് നമുക്ക് എവിടെയെങ്കിലും പാർക്കിംഗ് സെറ്റാക്കിയിട്ട് കാണാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ടൊറൻറ്റോയിലൊക്കെ ഇതുപോലെ ഗ്രാഫിറ്റി ആലി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഗ്രാഫിറ്റി ആലി ടൊറൻറ്റോയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല. ഫോട്ടോസ് കുറച്ച് നമ്മൾ കണ്ടായിരുന്നു. അപ്പം നേരിട്ട് കാണുന്ന പോലെ അല്ലല്ലോ ഫോട്ടോസ് കാണുന്നത്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് പോയി നോക്കാം. അവിടെയാണ്, ആ സൈഡിലേക്കാ. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇത് മൗണ്ട് റോയൽ പാർക്ക്. അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ ഇനി കാഴ്ചകളായിരിക്കും ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇവിടെ പാർക്കിംഗ് ലോട്ടിൽ ഭയങ്കര തിരക്കാണ്, ആളുകൾ ഇഷ്ടപ്പെടും. ഇപ്പോൾ ഇതിലിപ്പോൾ ലോങ് വീക്കെൻഡും കൂടെ ആയതുകൊണ്ട് ഒരുപാട് പേര് സ്ഥലം കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമ്മളിവിടെ ഒരു അടിപൊളി വ്യൂവിലാണ് ഉള്ളത്. ഈ ലേക്ക് നൈസാണല്ലോ. പക്ഷെ അവിടെ ഫാൾ കളേഴ്സ് നോക്കി, അടിപൊളി. ഒരു പെണ്ണുണ്ടായിരുന്നു ഓടി പെതുക്കി ഇങ്ങനെ. അവിടെ അവരുടെ വെഡിങ് ഷൂട്ട് നടക്കുന്നുണ്ട്, അതുപോലെ ആയിരിക്കും. അപ്പം നമ്മളിവിടെ വണ്ടി അവിടുന്ന് നമ്മൾ വരുന്ന വഴിക്ക് നമ്മളൊന്ന് വണ്ടി ഒന്ന് ചവിട്ടി കഴിഞ്ഞപ്പോൾ ഇവിടെ ഭയങ്കര ഒരു അടിപൊളി വ്യൂ പോയിന്റ് പോലത്തെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ വണ്ടി ഒന്ന് ചവിട്ടി. പക്ഷേ പാർക്കിംഗ് കുറച്ച് സീനാണ്, അധികം പാർക്കിംഗ് സ്പോട്ടുകൾ അവൈലബിൾ അല്ല. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് അവിടെ ഉണ്ട്, അവർ വെയിറ്റിംഗ് ആണ് പാർക്കിങ്ങിന് വേണ്ടി.
അപ്പോൾ നമ്മൾ വ്യൂ പോയിന്റിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി കയറി നമ്മളിപ്പോൾ അടുത്ത സ്പോട്ടിലേക്ക് എത്തി. നമ്മൾ ട്രിപ്പിനുള്ള നെക്സ്റ്റ് സ്പോട്ടിലേക്ക് നമ്മളെത്തി. സെൻറ്റ് ജോസഫ് ഒറേറ്ററി, മോൺട്രിയാലിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണിത്. ഇവിടുത്തെ മോൺട്രിയാലിൻ്റെ സ്വന്തം വിശുദ്ധൻ്റെ പേരിലുള്ള ബസിലിക്ക അല്ലേ. ഇത് 1950 ആ ഒരു കാലഘട്ടത്തിലാണിത് പണി കഴിപ്പിച്ചത്. ഇറ്റാലിയൻ സ്റ്റൈലിലാണിത് പണിതിരിക്കുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണും എന്ത് ഹൈറ്റാണ്. ഭയങ്കര വലിയൊരു ബിൽഡിംഗാണ് ഇവിടെ പണിത് വെച്ചിരിക്കുന്നത്. വലിയൊരു ക്യൂ ഉണ്ട്. എനിക്ക് ചുറ്റും കാണുമ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ടിലോട്ട് എൻ്റെ ബാക്കോട്ടുമായിട്ട് വലിയൊരു ക്യൂ ഉണ്ട്. ക്യാമറ അകത്ത് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയത്തില്ല. ബാക്കി വിഷ്വൽസ് കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ നമ്മൾ മ്യൂസിയത്തിലെ കാഴ്ചകളെല്ലാം കണ്ടു. അപ്പോൾ നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. മേളിൽ ബസിലിക്കയിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ മേളിൽ കുർബാന നടക്കുന്നതുകൊണ്ട് ബസിലിക്ക ഇപ്പോൾ ഓപ്പൺ അല്ല. അപ്പോൾ നമ്മൾ പുറത്തേക്ക് വന്നു. 4 മണിയാകുമ്പോൾ കുർബാന തീരും. 4 മണിയാകുമ്പോൾ കുർബാന തീർന്ന് കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. ഇപ്പോൾ ഇവിടുത്തെ ഫ്രണ്ട് എൻട്രൻസിലേക്ക് നമ്മൾ പോവുകയാണ്. ഫ്രണ്ട് എൻട്രൻസ് അല്ല, ഫ്രണ്ട് സൈഡിലേക്ക്. ഇവിടുന്ന് താഴോട്ടുള്ള സിറ്റിയുടെ ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര രസമാണ് ഇവിടുന്ന് കാണാൻ വേണ്ടി. നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മളിവിടെ പള്ളിയിലെ കാഴ്ചകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പുറകിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. എൻ്റെ ബാക്കിൽ കാണുന്ന ഇതാണ് സെയിൻറ്റ് ജോസഫ് മൗണ്ട് റോയൽ. എന്നാ ഭംഗിയല്ലേ. ഇവിടെ നിന്നുള്ള വ്യൂ അതിമനോഹരം കേട്ടോ. നേരത്തെ ഞാൻ എൻ്റെ ഡ്രോൺ ക്ലിപ്പ് കണ്ടിട്ടുണ്ടാവും. ഇനിയിപ്പം നമ്മൾ കുർബാന തീർന്നെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കുർബാന തീർന്നു കഴിയുമ്പോൾ ഞങ്ങൾ ബസിലിക്ക കാണാൻ വേണ്ടി എനിക്ക് തോന്നുന്നത് ഈ ആളുകളെല്ലാം അത് വെയിറ്റ് ചെയ്തിരിക്കുകയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ബസിലിക്ക കാണാൻ വേണ്ടി നമ്മൾ അങ്ങോട്ടേക്ക് പോകും. അതിനു മുമ്പ് അവിടെ ഫ്രണ്ട്സെല്ലാം അവിടെ പിന്നെയും ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടുത്തെ വിഷ്വൽസ് എല്ലാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. നമ്മളിനി അടുത്ത സ്പോട്ടിൽ ചെന്നിട്ട് ബാക്കിയുള്ള വിഷ്വൽസ് കാണിക്കാം. ഇനിയിപ്പം ബസിലിക്കയുടെ അകത്ത് എന്താ ഉള്ളതെന്നുള്ളത് ഞാൻ അകത്ത് നിന്ന് കഴിയുമ്പോൾ അവിടെ ക്യാമറ അലൗഡ് ആണെന്ന് അറിയത്തില്ല. സ്റ്റിൽ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. എന്നിട്ട് അലൗഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ബസിലിക്കയുടെ മുകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ നേരത്തെ കാറ് പാർക്ക് ചെയ്തതിൻ്റെ തൊട്ടിപ്പുറത്തോടെയാണ് ബസിലിക്കയുടെ അകത്തേക്ക് നടക്കുന്ന റോഡ്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. നമുക്ക് ഇനി ബസിലിക്കയുടെ അകത്തുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ ഗൈസ് സോറി, ഞങ്ങളിവിടെ കുറേ പേരോട് അന്വേഷിച്ചു. അവസാനം എൻ്റെ ബാക്കിലുള്ള ഈ അപ്പാപ്പനും അമ്മയും നമ്മളോട് പറഞ്ഞു തന്നു ബസിലിക്ക ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബസിലിക്കയുടെ വ്യൂ കാണാനുള്ള യോഗം ഇപ്രാവശ്യമില്ല. പിന്നീട് ഒരിക്കലും നമ്മൾ എപ്പോഴെങ്കിലും വരുമ്പോൾ നമുക്ക് ബസിലിക്ക കാണാൻ പറ്റുന്നതായിരിക്കും. എനിക്കൊന്ന് എന്തെങ്കിലും അറ്റകുറ്റപ്പണികളോ എന്തോ പണികൾക്ക് വേണ്ടി അത് ഇപ്പം പൊതുജനങ്ങൾക്ക് വേണ്ടി ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് അകത്തേക്ക് പോകാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഇപ്പോഴും നോക്കി വൈകുന്നേരമായിട്ടും അവിടെ കാറുകളുടെ തിരക്ക് കണ്ടോ. ഒരുപാട് പേരാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അകത്തെ താഴത്തെ കാഴ്ചകളും ഇവിടെ നിന്നുള്ള വ്യൂവും കാണാൻ വേണ്ടി. അപ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു. അതിൻ്റെ തൊട്ടിപ്പുറം തന്നെ നമ്മുടെ ആ വലിയ ചാപ്പലിന് തൊട്ടിപ്പുറം തന്നെ അതിൻ്റെ പഴയ ചാപ്പലുണ്ട്. അപ്പോൾ നമുക്ക് പഴയ ചാപ്പലൊന്ന് പോയി നോക്കാം. എന്തായാലും ബസ്സിലേക്ക് കാണാൻ പറ്റില്ല. അപ്പം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള പഴയ ചാപ്പലിൽ നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ നമ്മൾ ഈവനിങ് ആയപ്പം റെനെ ലെവസ്ക്യൂ പാർക്ക് എന്ന പാർക്കിലെത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷെ കുറച്ച് ലേറ്റ് ആയിപ്പോയി. സണ്ണ് ഒക്കെ സെറ്റൊക്കെ കഴിഞ്ഞു. നമ്മളൊരു 5 to 10 minutes ലേറ്റ് ആയിപ്പോയി. അപ്പം സൺസെറ്റൊക്കെ കഴിഞ്ഞു. എന്നാൽ സ്റ്റിൽ അതിൻ്റെ കുറച്ച് ഷെയ്ഡുകൾ
ഉണ്ട് അവിടെ സ്കൈയിൽ. പക്ഷേ ഡ്രോണിൽ എനിക്ക് കുറച്ച് വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. ഡ്രോണിലെ വിഷ്വൽസ് ഞാൻ കാണിക്കാം. സൈക്കിളുകാരൻ, ഇത് സൈക്കിൾ പാത്താണ് കേട്ടോ. അപ്പുറത്താണ് നമ്മൾ വാക്ക് ചെയ്യുന്ന പാത്ത്. അപ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേരം ഏകദേശം സൺസെറ്റൊക്കെ കഴിഞ്ഞു. ഇപ്പം ഇരുട്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഈ പുഴയുടെ ഓളങ്ങൾ തഴുകി ഒരു ഇളം കാറ്റൊക്കെ വീശി എടാ ഇവിടെ നല്ല രസമാണ്. താഴോട്ട് പറഞ്ഞോ, വൈബാണ്. നമ്മളെല്ലാരും നോക്കി അവനവിടെ ഇരുന്ന് നമ്മളെ വീക്ഷിക്കുകയാണ്. ഉത്തരവാദിത്ത ബോധമുള്ളതാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള ഉത്തരവാദിത്ത ബോധമുള്ള ഏക വ്യക്തിയാണ് ഈ. അപ്പൊ ഇവിടുത്തെ വൈബെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനെ നമ്മൾ സൺസെറ്റൊക്കെ കഴിഞ്ഞു. ഇപ്പം രാത്രിയായി. നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളെല്ലാം കണ്ടു. ഇത് നമ്മൾ ജയൻറ്റ് വീൽ, നമ്മുടെ പുറകിൽ ജയൻറ്റ് വീലുണ്ട്. ഇതിൻ്റെ ടിക്കറ്റ് നമ്മൾ ഉച്ചയായപ്പോൾ ഏകദേശം ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കളർഫുള്ളായിട്ട് അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട് ഒരുപാട്. എനിക്ക് ലാസ്റ്റ് ടൈം എപ്പോഴാണ് ജയൻറ്റ് വീലിൽ കയറിയെന്ന് ഞാൻ ഓർക്കുന്ന പോലുമില്ല. ഐ മീൻ ആണോ പള്ളിപ്പെരുന്നാളിന് പണ്ട് എന്നാ മരണക്കിണറും ആ ഒരു ടൈമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമില്ലേ നമ്മൾ UP-യിലൊക്കെ പഠിക്കുന്നത്. ആ ഒരു സമയത്താണ് ഏറ്റവും അവസാനം ജയൻറ്റ് വീൽ കയറിയത്. അതിനുശേഷം ജയൻറ്റ് വീൽ കയറിയിട്ടില്ല. അപ്പോൾ ഇതൊരു ടോട്ടലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. നീ എപ്പോഴാണ് ലാസ്റ്റ് ജയൻറ്റ് വീൽ കയറിയത്? 2-3 വർഷം. 2-3 വർഷം കഴിഞ്ഞിട്ടുള്ള കയറിയോ? വണ്ടർല. നീ എപ്പോഴാണ് ലാസ്റ്റ്? മിനിങ്ങാന്നല്ലേ? ഇന്നലെ കൂടെ ജയൻറ്റ് വീലിലായിരുന്നു. നമ്മളിപ്പോൾ നടക്കുന്ന ഒരു ഫ്രഞ്ച് മാർക്കറ്റിൽ കൂടെയാണ്. എൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഇവിടുത്തെ സാധനങ്ങളും എല്ലാം മേടിക്കാൻ പറ്റുന്നൊരു മാർക്കറ്റ്, എന്താ പറയുക, നാട്ടിലേക്ക് കാണുന്ന പോലെ തന്നെ ഒരു മാർക്കറ്റ്, സ്ട്രീറ്റ് മാർക്കറ്റ് എന്ന് പറയാം അല്ലേ. അപ്പോൾ അതുപോലത്തെ ഒരു മാർക്കറ്റാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ജയൻറ്റ് വീലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അത് അവിടെയാണ് ജയൻറ്റ് വീല്. അപ്പോൾ അതിലോട്ടുള്ള വഴി എന്ന് പറയുന്നത് ഇവിടെ ഈ പാലത്തിൽ കൂടെ നമ്മൾ ഇങ്ങനെ പോകണം. നമ്മളങ്ങനെ ജയൻറ്റ് വീലിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ജയൻറ്റ് വീലിൽ കയറാൻ വേണ്ടി പോവാം. എൻ്റെ ബാക്കിൽ കാണാൻ വേണ്ടി സാധിക്കും. എനിക്ക് ഡോറടക്കാൻ മറന്നുപോയ 2 പേരും അവിടെ കിടക്കും. ബോധം പോയി കിടക്കുന്നതാണ് ഗൈസ്. ജയൻറ്റ് വീലില് മേലെ എത്തിയപ്പോ ക്ലോസ്ട്രോഫോബിക്കോ? നിങ്ങൾ ഇവനെ വിശ്വസിക്കരുത്. ബോറടിച്ചു. എനിക്ക് കുറച്ചുകൂടെ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ തരൂ. It was at this moment that he knew he fucked up. പക്ഷെ എനിക്ക് വേണ്ട. നിങ്ങൾ മൈൻഡാണോ? പക്ഷേ എനിക്ക് വേണ്ട. നമ്മുടെ ജയൻറ്റ് വീലിലുള്ള 3 റൗണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ട് കറക്കി. അപ്പോൾ ജയൻറ്റ് വീലിലുള്ള യാത്ര കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഭയങ്കര ഫിയർഫുള്ളായ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. സിറ്റിയുടെ ചുറ്റുമുള്ള ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജസ്റ്റ് സിറ്റി മോളിൽ നിന്ന് കാണാൻ പറ്റും, അത്രേ ഉള്ളൂ. അല്ലാതെ അതിൽ കൂടുതൽ ഇതൊരു ഭയങ്കര സംഭവമാണെന്നൊന്നും എനിക്ക് തോന്നിയൊന്നുമില്ല. ഓക്കെ എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ രാത്രിയിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അടുത്ത സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനി ഫുഡ് കടയുടെ പേരെന്നാ? ഫ്ലേവേഴ്സ് ഓഫ് കേരള. ഒരു മലയാളി കട, ക്യൂബക്കിലുള്ള ഒരു മലയാളി കട തപ്പി കണ്ടുപിടിച്ചു കഷ്ടപ്പെട്ട്. അപ്പോൾ അന്നേരം പാർക്കിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ കള്ളപ്പൊക്കെ വിളിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്നത്തെ ട്രിപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളിത്, കടയുടെ പേര് ഫ്ലേവേഴ്സ് ഓഫ് കേരള. അപ്പോൾ ക്യൂബക്കിലുള്ള ഒരു മലയാളി റെസ്റ്റോറൻറ്റ് നമ്മൾ തപ്പി കണ്ടുപിടിച്ചു, ഫ്ലേവേഴ്സ് ഓഫ് കേരള. അപ്പം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡിന് വേണ്ടി വെയിറ്റിംഗ്.
അതിന് പൈസ അവൻ്റെ ഇത് മേടിച്ചോട്ടോ. കഴിക്കുന്നവരുടെ പ്രാക്ക് കിട്ടുന്നു. അപ്പം നമ്മൾ പയ്യെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ പൊറോട്ട, വെള്ളപ്പം, കുറുമ, പിന്നെ ചിക്കൻ കറി, ബീഫ് കറി, ഇത്ര സാധനങ്ങളാണ് ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ച് നോക്കിയത്. അതിൽ പൊറോട്ട അടിപൊളിയായിരുന്നു. പൊറോട്ട അതുപോലെ തന്നെ ബീഫ് കറി സൂപ്പർ, ഒരു രക്ഷയില്ല. നമ്മളിവിടെ നമുക്ക് കാനഡയിൽ നമ്മൾ പല റെസ്റ്റോറൻറ്റുകളും പോയി കഴിച്ചിട്ടുണ്ട്. അതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഫുഡായിരുന്നത്. അത് ഞങ്ങൾ തീർച്ചയായും റെക്കമെൻഡ് ചെയ്യുന്നു. നിങ്ങൾ കാനഡയിലുള്ള മലയാളികളാണെങ്കിൽ ഇവിടെ മോൺട്രിയാൽ വരുന്നുണ്ടെങ്കിൽ ഫ്ലേവേഴ്സ് ഓഫ് കേരള. ഓക്കെ, മോൺട്രിയാലിൽ നിന്ന് വണ്ടി ഓടിച്ച് ക്യൂബക് സിറ്റി എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ രാത്രി നമ്മുടെ സ്റ്റേ. നമുക്ക് കിടക്കാനുള്ള Airbnb അവിടെ റെഡിയാണ്. 2.5 hours നമുക്ക് ഡ്രൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും നേരം നല്ലൊരു ഉറക്കമായിരുന്നു. വണ്ടിയിലുണ്ടായിരുന്ന 2-3 പേര് കിടന്നുറങ്ങി. ബാക്കിയുള്ളവർ അടിപൊളിയായിട്ട് വണ്ടി ഓടിച്ച് ഇവിടെ എത്തിച്ചു. ഓക്കെ, അപ്പം ബാക്കി റൂമിൻ്റെ അകത്തുള്ള വിഷ്വൽസ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ നമ്മുടെ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ലാസ്റ്റ് ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഇപ്പോൾ ഉള്ളത് എവിടെയാണ്? ക്യൂബക് സിറ്റിയിലാണുള്ളത്. ക്യൂബക് സിറ്റിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇന്നലെ എല്ലാവരും കിടക്കാൻ നേരത്ത് കുറച്ച് ലേറ്റായി. ഏകദേശം 3-3:30 ആയപ്പോഴാണ് എല്ലാവരും ഒന്ന് സൈഡായത്. അതുകൊണ്ട് തന്നെ രാവിലെ ഞങ്ങൾ എണീക്കാനും ലേറ്റായി. അതുകൊണ്ടാണ് നമ്മുടെ ട്രിപ്പ് കുറച്ച് സ്ലോ ആയി നിൽക്കുന്നത്. 9 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചാൽ, പക്ഷേ നടക്കുമെന്ന് തോന്നുന്നില്ല. 11 മണിയാകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കും. അപ്പോൾ ഗായ്സ്, നമ്മൾ പേടിച്ചു പോയോ? അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടു, ഒരു ചായയൊക്കെ മേടിച്ചു. നമ്മൾ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടമുണ്ട് ഇവിടെ അടുത്ത്. അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ നമ്മളിവിടെ ഒരു അടിപൊളി പള്ളി കണ്ടു. ഇന്നലെ ഇതിലും വലിയ പള്ളി കണ്ടാണ്, എന്നാലും സ്റ്റിൽ ആ പള്ളിയുടെ അകത്ത് കയറാൻ പറ്റാത്തതുകൊണ്ട് ഈ പള്ളി കണ്ടപ്പോൾ നമ്മുടെ സ്പൾബർഗ് വണ്ടി സൈഡാക്കി. അപ്പോൾ വണ്ടി സൈഡാക്കി കഴിഞ്ഞിട്ട് ഞങ്ങളിത് ജസ്റ്റ് ഒന്ന് നടന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ നിന്ന് വണ്ടി ഒന്ന് ഹോൾട്ട് ചെയ്തിട്ടാണ്. നമ്മുടെ അടുത്ത സ്പോട്ടിലെത്തിയിട്ടുണ്ട്. എന്നായിരുന്നു എടാ പേര് തന്നെ? മോണ്ട്മൊറൻസി ഫാൾസിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. മോൺസി അല്ല, പോടാ. നമ്മൾ മോണ്ട്മൊറൻസി പാർക്കിലാണ്. വാട്ടർഫാൾസ് മോണ്ട്മൊറൻസി ഫാൾസ്, അവിടെയാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഇവിടെ നമുക്ക് റോഡ് സൈഡിൽ തന്നെ പാർക്കിംഗ് കിട്ടി. ഇപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് അവിടെ ബ്രിഡ്ജ് നിന്നിട്ട് നമുക്ക് താഴോട്ട് വ്യൂ ഉണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പോൾ അന്നേരം നമ്മൾ അങ്ങോട്ടേക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ താങ്ക്സ് ഗിവിംഗ് ഡേ ആണ്. അപ്പോൾ താങ്ക്സ് ഗിവിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ ലോങ് വീക്കെൻഡും കൂടെയാണ് ഈ വീക്ക് എന്ന് പറയുന്നത്. ശനി, ഞായർ, തിങ്കൾ 3 ദിവസം അടുപ്പിച്ച് അവധി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് നല്ലൊരു തിരക്ക് കാണാൻ പറ്റും. വണ്ടികളെല്ലാം ഇവിടെ നല്ലൊരു ക്യൂല് കിടക്കുകയാണ്. ഇവിടെ ഇനിയിപ്പം ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് ആരാണ് ടിക്കറ്റിൻ്റെ ആള്? ബിനു ആണ് ഇന്ന് നമുക്ക് ടിക്കറ്റ് സ്പോൺസർ ചെയ്തിരുന്നത്. റിച്ച് ബിനു. ഫ്രഞ്ച് അറിയാവുന്ന ഒരാളെന്ന നിലയിൽ ബിനുവിനെയാണ് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചത്. താങ്ക് യു, ബൈ. അങ്ങനെ നമ്മൾ ഏകദേശം ഈ ഒരു സ്പോട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. നമുക്ക് ഇവിടുന്ന് വാട്ടർഫാൾസ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെ കണ്ട ആ ഒരു വാട്ടർഫാൾസിലേക്കാണ് നമ്മൾ ഇവിടുന്ന് നടന്നു പോകുന്നത്. ഇത് ഇവിടുത്തെ കളേഴ്സ് അല്ല, നമ്മുടെ ഒണ്ടാരിയിൽ ഇത്രയൊന്നും കളേഴ്സ് ഓൾറെഡി ചേഞ്ച് ചെയ്തിട്ടില്ല. ഇവിടെ ക്ലൈമറ്റ് കുറച്ചുകൂടെ വ്യത്യാസമായതുകൊണ്ടായിരിക്കണം കളേഴ്സ് എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് റെഡ്, യെല്ലോ, ഫുൾ നമുക്ക് എല്ലാ കളേഴ്സും ഫാൾസിൻ്റെ ആ ഒരു ഭംഗിയെ അതിൻ്റെ ഫുൾ ഇതിൽ സ്ട്രെച്ചിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ. ഇനി പക്ഷേ ഇവിടുന്ന് കുറച്ച് നേരം നടക്കാനുണ്ട്. ഈ ഒരു പാത്തിൽ കൂടെ നമ്മൾ കുറച്ച് നേരം നടന്നിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ആ പറഞ്ഞ വാട്ടർഫോളും അതിൻ്റെ മേലെയുള്ള ആ ഒരു ബ്രിഡ്ജിലേക്ക് നമ്മൾ എത്തുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പയ്യെ നടക്കാം.
നമ്മൾ അങ്ങോട്ട് വാട്ടർഫാൾസിൻ്റെ അങ്ങോട്ടേക്ക് നമ്മൾ നടക്കുന്ന ആ ഒരു പാത്ത് ഭയങ്കര രസമാണ് കാണാൻ വേണ്ടി. ഇതേ നമ്മുടെ ചുറ്റും ഇതേ കളേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ് സംഭവം കാണാൻ വേണ്ടി ഗൈസ്. നീലുണ്ട്, പച്ചയുണ്ട്, മഞ്ഞുണ്ട്, എല്ലാ കളറും ഉണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് അധികം ദൂരമൊന്നുമില്ല. അങ്ങനെ നമ്മൾ നടന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ വേണമായിരിക്കും. 1/2 കിലോമീറ്ററോളം നടന്ന് നമ്മൾ ആ പാലത്തിന് അവിടുന്ന് കണ്ട ആ പാലത്തിന് അവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അവിടെ താഴെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അന്നേരം നമ്മൾ വ്യൂ പോയിൻറ്റിന് അങ്ങോട്ടേക്ക് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വ്യൂ പോയിന്റിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ മേലോട്ട് പോവാം. എന്താണ് ബ്രിഡ്ജ്. ഇവിടെ ശബ്ദങ്ങളെല്ലാം കുറച്ച് ഇവിടെ കുറവുണ്ട്. നമ്മൾ ഇതിൻ്റെ പാലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മളെത്തി. കളേഴ്സ് ഉണ്ടോ, ട്രീസിൻ്റെ കളേഴ്സ് ഉണ്ടോ, റെഡും അതിൻ്റെ അകത്തേക്ക് എൻ്റെ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫ്ലിപ്പ് സ്ക്രീൻ ഇല്ലാത്തതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. നമ്മൾ ബ്ലോഗ് ചെയ്യാൻ നേരത്തെ ഫ്ലിപ്പ് സ്ക്രീൻ ഇല്ലെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ നടക്കുന്നത്, നമ്മുടെ ഫ്രെയിമിങ് എങ്ങനെയാണ്, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും സ്റ്റിൽ ഐ ബിലീവ് യു ക്യാൻ സീ ഇറ്റ്. നമ്മളെന്തായാലും അതിൻ്റെ അകത്തേക്ക് പോയിട്ട് അതിൻ്റെ അകത്തെ വിഷ്വൽസ് കാണിക്കുന്നതായിരിക്കും. അതിന് മുമ്പ് ഇവിടുത്തെ ഇത് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്ന ഒരു വ്യൂവും കൂടെയാണ്. ഇതിൻ്റെ മേലെ ഇവിടുന്ന് ആ പാലത്തിൻ്റെ ബാക്കിലായിട്ട് ഇത് കണ്ടോ, ഫാളിൻ്റെ കളേഴ്സ് അതിൻ്റെ പൂർണ്ണ ഭംഗിയിൽ നമുക്ക് ബാക്കിൽ കാണാൻ വേണ്ടി സാധിക്കും. ഞാനിതിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യാൻ പോകാം. ഇനി ഇതിൻ്റെ അകത്തുള്ള വിഷ്വൽസ് നമുക്ക് കാണാം. നോക്കിയേ, ആ പച്ച, ചുവപ്പ്, മഞ്ഞ, ഒരു എന്താ പറയുക, ഒരു മാജിക്കൽ ഫീലാണ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നോക്കിയേ, എൻ്റെ ബാക്കിലെ കളേഴ്സ് നോക്ക്. ഓ മൈ ഗാഡ്, ഭയങ്കര പ്ലസൻറ്റ് ഫീലാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇവിടെ നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാം റീൽസും ഫോട്ടോസും എല്ലാം എടുക്കാൻ വേണ്ടി എല്ലാവരും അവിടെ കിടന്ന് എല്ലാവരും ഫോണിലാണുള്ളത്. എല്ലാവരും അതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും. ഇതിൻ്റെ കളേഴ്സ് ആസ്വദിക്കാൻ വേണ്ടി ഒരുപാട് പേര് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു, ഇവിടുത്തെ ഫോൾ കളേഴ്സ് ആസ്വദിച്ചു, കുറേ പിക്ചേഴ്സും കാര്യങ്ങളെല്ലാം എടുത്തു, കുറച്ച് സ്ലോ മോഷൻ ഷോട്ടുകൾ എടുത്തു. അപ്പോൾ നമ്മൾ തിരിച്ച് നടക്കുകയാണ്. തിരിച്ച് നമ്മൾ കാർ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വാട്ടർഫാൾസിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. ഇനിയിപ്പം പ്ലാൻ പ്രകാരം പ്രത്യേകിച്ച് ഇങ്ങനെ സ്പോട്ടുകളൊന്നും നമ്മൾ കണ്ടുവച്ചിട്ടില്ല. എന്നാലും സ്റ്റിൽ നമ്മൾ ഗൂഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ അവന്മാർ തിരക്കിട്ട ആലോചനയാണ് എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കാൻ വേണ്ടി. ഇവിടുത്തെ കാഴ്ചകളൊന്നും എത്ര കണ്ടിട്ട് മതി വരുന്നില്ലായിരുന്നു. നമുക്ക് അവിടുന്ന് പോരാനേ തോന്നില്ല. ഒരു ചെറിയൊരു കാറ്റും ആ മറ്റേ വെള്ളത്തിൻ്റെ ഡ്രിസിൽസില്ലേ, ഭയങ്കര എന്താ പറയുക, ഒരു ഫീലാണ്. ആ ഒരു ഡ്രിസിൽസും അതിൻ്റെ ആ വെള്ളത്തിൻ്റെ ആ ഒരു ശബ്ദവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു അവിടെ നിൽക്കാൻ വേണ്ടി. അതിൽ നമുക്ക് നല്ലൊരു ഫീലിംഗ് ആണ് അതിൻ്റെ ചുറ്റുപാടും. നമ്മൾ മോൺട്രിയാൽ ട്രിപ്പ് വരുന്നവർക്ക് ബെസ്റ്റ് റെക്കമെൻഡ് പ്ലേസിലൊന്നാണ് ഈ വാട്ടർഫാൾസ് നടന്നത്. മസ്റ്റായിട്ട് ഇവിടെ ട്രിപ്പിന് വരുന്ന ആരെങ്കിലും ആണെങ്കിലും അത് എന്തായാലും കണ്ടിരിക്കണം. അപ്പോൾ നമുക്കിനി അടുത്ത ലൊക്കേഷനിൽ നിന്ന് കാണാം.
അങ്ങനെ നമ്മൾ ക്യൂബക് സിറ്റിയുടെ തെരുവുകളിൽ എത്തി. ഇവിടെ സ്ട്രീറ്റിൽ നമ്മൾ പാർക്കിംഗ് ഒക്കെ ചെയ്തു. ഇവിടുത്തെ സ്ട്രീറ്റിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നിയൊരു ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂറോപ്പിലെ സ്ട്രീറ്റുകളൊക്കെ ഏകദേശം ഇതുപോലെയല്ലേ. നമുക്ക് ആ ഒരു ഫീലാണ് കിട്ടുന്നത്. ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ ആർക്കിടെക്ചർ ആണെങ്കിലും ഇവിടുത്തെ റോഡുകളാണെങ്കിലും എല്ലാം കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫീലാണ് കിട്ടുന്നത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാനഡയിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ് പുട്ടീൻ എന്ന് പറയുന്നത്. ചീസ് കേർഡ്സ്, നമ്മുടെ ഫ്രൈസ്, പിന്നെ കുറച്ച് ഗ്രേവി ഒക്കെ ആയിട്ട് ഓരോ രീതിയിലാണ് പുട്ടീൻ ഉണ്ടാക്കുന്നത്. അപ്പം അന്നേരം നമ്മൾ ഇവിടുത്തെ പുട്ടീൻ, ക്യൂബക്കിലെ പുട്ടീൻ കുറച്ച് ഫേമസ് ആണ്. അപ്പോൾ നമ്മൾ ക്യൂബക്കിലെ പുട്ടീൻ ട്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പുട്ടീൻ വില്ല എന്ന് പറയുന്നൊരു കടയുണ്ട് അവിടെ. അപ്പോൾ അവിടെ പോയിട്ട് ഇവിടുത്തെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പുട്ടീൻ കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ഇവിടുത്തെ ആളുകളെ ആണെങ്കിലും കണ്ടാൽ തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. ക്യൂബക്ക് ഫ്രഞ്ച് സംസാരിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് കാണാൻ വേണ്ടിയുണ്ട്. താങ്ക് യു സോ മച്ച്. അത് ഹാട്രിക്. ഇതെന്താ എബിന്? ഫില്ലി സ്റ്റേക്ക്. ഫൈസൽ എന്താണ് സാധനം? എന്താണ്? മെക്സിക്കൻ കുറച്ച് സ്പൈസിയാണ്. ഓക്കെ, ഞാൻ എടുത്തിരിക്കുന്നത് ഹാട്രിക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഈ ഹാട്രിക് എന്ന് പറയുന്ന സാധനം ഹോം ഫ്രൈസ്, ബേക്കൺ, ഗ്രൗണ്ട് ബീഫ്, ഹോട്ട് ഡോഗ് സോസേജസ്, പിന്നെ ചീസ് കട്ട് ആൻഡ് പുട്ടീൻ ഗ്രേവി. ഇത്രയും സാധനങ്ങളുടെ മിക്സിനാണ് ഇവർ ഇവിടെ ഹാട്രിക് എന്ന് പറയുന്ന ഫുഡായിട്ട് സെർവ് ചെയ്യുന്നത്. പക്ഷേ ഫുഡ് നൈസ് ആട്ടോ, ഒരു രക്ഷയില്ല. നമ്മൾ സ്വാദിഷ്ടമായ ഫുഡൊക്കെ പുട്ടീൻ, നമ്മൾ സ്വാദിഷ്ടമായ പുട്ടീനൊക്കെ കഴിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഈ സ്ട്രീറ്റിൽ കൂടെ നമ്മൾ ജസ്റ്റ് ചുമ്മാ ഒന്ന് നടക്കാൻ വേണ്ടി പോവാണ്. വയറ് നിറഞ്ഞിട്ട് ഒന്ന് ചെറിയ രീതിയിൽ മത്ത് പോലെ പിടിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം ഫുഡ് മൊത്തം തീർക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ടേക്ക് ഔട്ട് കണ്ടെയ്നറിൽ ടേക്ക് ഔട്ട് എടുത്ത് നമ്മൾ വണ്ടിയിൽ കൊണ്ടുപോയി വെച്ചു. ഇവിടുത്തെ ബിൽഡിങ്ങുകളും എല്ലാത്തിനും ഒരു എന്താണ്, നമ്മൾ ഒണ്ടാരിയെ കാണുന്ന പോലത്തെയുള്ള ബിൽഡിങ്ങുകളൊന്നുമല്ല. മൊത്തത്തിലൊരു നമ്മൾ വേറൊരു സ്ഥലത്ത് എൻറ്റയർലി ഒരു ടോട്ടലി ഡിഫറെൻറ്റ് പ്ലേസിൽ വന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമ്മളിതിൽ ഇങ്ങനെ നടക്കാൻ നേരത്തെ ഇതിലെ നടക്കുന്ന വെള്ളക്കാർ നമ്മളെ ജസ്റ്റ് എന്താണ് നോക്കുന്നുണ്ട്, ആരപ്പാന്നുള്ള രീതിയിലായിരിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ സായിപ്പ് മദാമയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നോക്കി നിൽക്കില്ല, ജസ്റ്റ് ആ ഒരു ചേഞ്ച് കാണുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ ആളുകൾ നമ്മളെ നോക്കി കാണുന്നത്. ജസ്റ്റ് എല്ലാവരും ഒരു നോട്ടം നോക്കിയിട്ടാണ് പോകുന്നത്. എന്താണോ സംഭവം അറിയത്തില്ല. പക്ഷെ എന്നാലും ഇതിലിങ്ങനെ നടക്കാൻ വേണ്ടി നല്ലതാണ്. പിന്നെ ഇന്നത്തെ ക്ലൈമറ്റ് ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ദൈവാനുഗ്രഹമായി. ക്ലൈമറ്റ് കുറച്ചുകൂടെ നമുക്ക് ഫേവറാണ്. ചെറിയ രീതിയിൽ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് മഴ പെയ്യാൻ സാധ്യത ഉണ്ടായിരുന്നു, പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ മഴയൊന്നും പെയ്തില്ല. അപ്പം മഴ പെയ്യാതെ ഇങ്ങനെ ഇരുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ക്ലൈമറ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങോട്ടാണെന്ന് അറിയത്തില്ല, ഒരു പച്ച ബിൽഡിംഗ് തപ്പിയാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മോൺട്രിയൽ വരുന്ന എല്ലാവരും ഒരു പച്ച ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടുത്തെ തന്നെ ഒരു പാർലമെൻ്റ് ആണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇവിടെ കുറേ ബിൽഡിങ്ങുകൾ ഈ മേൽക്കൂര പച്ചയടിച്ച് ഉണ്ട്. എന്താ പറയുക, നമ്മുടെ ഈ കാസിലൊക്കെ പോലെ തോന്നും. അങ്ങനെ നമ്മൾ ഇവിടെ ക്യൂബക് സിറ്റിയുടെ ഹൃദയഭാഗത്തോടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നടക്കുമ്പോൾ തോന്നിയൊരു ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിനിമയിലൊക്കെ കണ്ട പോലെ ഒരു യൂറോപ്യൻ ടച്ചാണ് നമുക്ക് ഇവിടുത്തെ സ്ട്രീറ്റുകളിൽ കാണാനും അതുപോലെ തന്നെ നമുക്ക് ഫീൽ കിട്ടുന്നത്. നമുക്ക് ഇവിടുത്തെ ബിൽഡിങ്ങുകളാകട്ടെ, ഇവിടുത്തെ ആൾക്കാരാകട്ടെ, ഇവർ എന്തൊക്കെയോ ആ ഒരു വൈബാണ് നമുക്ക് കിട്ടുന്നത്. ഇതിവിടെ ഹാലോവീൻ്റെ ടൈമാണ്. അപ്പോൾ ഹാലോവീനൊക്കെ ആയതുകൊണ്ട് ഇവിടുത്തെ പംകിനുകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ഹാലോവീന് വേണ്ടി സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ബസ് ടൂർ ക്യൂബക് സിറ്റിക്കുള്ളിൽ കൂടെ ഉള്ളൊരു ബസ് ടൂർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം ബസ് പിടിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു ഡബിൾ ഡെക്കർ ബസ്സാണ്. അപ്പോൾ അതിൻ്റെ അകത്തിരുന്ന് നമുക്കൊരു 1 hour സിറ്റി മൊത്തം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഒരു ടൂർ മാപ്പ് പോലെ ഒരു ടൂറുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മളൊരു ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പം ഇവിടുത്തെ സ്ട്രീറ്റും കാര്യങ്ങളെല്ലാം വേറൊരു എന്താ പറയുക, ഈ ഫീലിനൊക്കെ എന്താ ഇപ്പം
പറയാമെന്നറിയത്തില്ല. നമ്മൾ വേറൊരു സത്യത്തിൽ നമ്മൾ കാനഡയിലാണെന്ന് പോലും തോന്നുന്നില്ല, നമ്മൾ വേറൊരു രാജ്യത്താണ്. ആ ഒരു ഫീലിംഗാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ആളുകളെല്ലാം നമ്മളെ വളരെ എന്താ പറയുക, ഇവനെ ആരടാ എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ അത്ര ഇങ്ങനെ റൂഡായിട്ടല്ല, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് നോക്കുന്നത്. എൻ്റെ പുറകിലുള്ള കാഴ്ചകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും എത്രത്തോളം മനോഹരമാണ് ഈ ഒരു ടൈമിൽ ക്യൂബക്ക് എന്ന് പറയുന്നത്. ഇതേ നമ്മൾ ആ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതെ, അവിടെ ടൂർ ബസ്സുകൾ ഉണ്ട്. നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു ഓൾറെഡി ഓൺലൈനിൽ. അപ്പോൾ അതെ, അവിടെ ടൂർ ബസ്സുകൾ അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതേ ഇവിടെ സ്ട്രീറ്റ് പെർഫോമൻസ് നടക്കുന്നുണ്ട്. അടിപൊളിയാണ്. Je suis resté le même, celui qui croyait que tu l'aimais. Tu peux me mettre le micro, je partirais peut-être, s'il vous plaît. Merci. എന്തോ പറഞ്ഞു. So our driver is Gary and I am Carole the guide. We are really happy to welcome you in our native city. Hello everyone. Hi. It will be a bilingual tour. So I start in French and come back after in English. അപ്പോൾ നമ്മൾ നമ്മുടെ ക്യൂബക്ക് ടൂർ ബസ്സിലുള്ള ടൂർ കഴിഞ്ഞു. ടൂർ അടിപൊളിയായിരുന്നു, ഭയങ്കര അടിപൊളി സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഇവിടെ വരുന്ന എല്ലാവരും അത് മസ്റ്റായിട്ട് ചെയ്യണം. ഇവിടുത്തെ ചരിത്രവും കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് അവർ വിശദീകരിച്ച് തരും. അതിനകത്ത് ബൈലിംഗിലായിട്ടുള്ളൊരു ആൾക്കാരുണ്ട്, ഗൈഡ്സ് ഉണ്ട്. അപ്പോൾ അവർ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടുത്തെ പ്രത്യേകത എന്തൊക്കെയാണ് ബാറ്റിലുകളാണ് നടന്നത്, പിന്നെ ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങുകളുടെയും പ്രത്യേകതകൾ അവർ പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ നമ്മൾ ടൂറിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ. അപ്പം നിങ്ങളിവിടെ വരികയാണെങ്കിൽ ഏകദേശം $26 ഉള്ളൂ ആ ഒരു 1 hour ടൂറിന്. ഈ സിറ്റി മൊത്തമുള്ളൊരു 1 hour ടൂറിന് നമുക്ക് അത്രയും പൈസ ആവുന്നുള്ളൂ. എന്നാലും അത് അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇവിടെ വരുന്നവർ എന്തായാലും അത് ട്രൈ ചെയ്യണം. നമ്മളിവിടെ ഒരു സ്ട്രീറ്റ് ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു ഇത് കാണാൻ വേണ്ടി. അദ്ദേഹം പെർഫോം ചെയ്യാൻ വേണ്ടി പോകണം. നമുക്ക് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കാണാം. അങ്ങനെ നമ്മൾ ക്യൂബക് സിറ്റിയുടെ വൈബെല്ലാം പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇതിൻ്റെ സിറ്റിയുടെ നടുക്കോടെ അതിൻ്റെ സ്ട്രീറ്റ്സിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചുറ്റുമുള്ള കാഴ്ച കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും എത്രത്തോളം മനോഹരമാണ് ഈ സിറ്റിയും ഇവിടുത്തെ ആളുകളും ഇവിടുത്തെ ജീവിത രീതിയും എന്നൊക്കെ ഉള്ളത്. ഭയങ്കര മനോഹാരിതയാണ്, ഭയങ്കര ഭംഗിയാണ്. നമ്മുടെ എന്താ പറയുക, ടൊറൻറ്റോയിലുള്ളൊരു സിറ്റി ലൈഫോ ആ ഒരു ഇതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ടും രണ്ട് രീതിയിലുള്ള ഫീലിങ്ങുകളാണ് നമുക്ക് കിട്ടുന്നത്. നോക്കി, അടിപൊളിയല്ലേ? ഓക്കെ, നമ്മളിങ്ങനെ നടക്കുകയാണ്. നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളെല്ലാം അവന്മാരെല്ലാം ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. ഞാനിങ്ങനെ വ്ളോഗ് ചെയ്ത് ഇങ്ങനെ ബാക്കിലിങ്ങനെ നടക്കുക. കാർ പാർക്ക് ചെയ്തിരിക്കുന്ന കുറച്ച് ദൂരെയാണ്, ഏകദേശം 2-3 കിലോമീറ്റർ കാണുമായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുക. എല്ലാവരും പല വഴിക്ക് പോയി. എൻ്റെ കൂടെ ഇപ്പോൾ 2 പേരേ ഉള്ളൂ, ബാക്കിയുള്ളവന്മാർ അപ്പുറത്തെ വഴി കൂടെ പോയിട്ടുള്ളത്. ഇവിടെ സ്കൈയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ വേണ്ടി. സൺസെറ്റിൻ്റെ സമയമായപ്പോഴത്തേനും ആ ഒരു ഈവനിങ് വൈബ് ഇവിടെ നമ്മൾ കണ്ടേ പറ്റും. അത്രയ്ക്ക് സൂപ്പറാണ്, ഭയങ്കര രസം എന്ന് വെച്ചാൽ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടി. സമയം 6:30 ആയിട്ടുള്ളൂ. പക്ഷെ എന്നാലും ഇവിടുത്തെ ഇരുട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം 8 മണി 9 മണി എന്നുള്ളൊരു ആ ഒരു ഫീലാണ് ഇപ്പോൾ നമുക്കുള്ളത്. ക്രോസ് ചെയ്താലോ? ഇവിടുന്ന് ക്രോസ് ചെയ്യാം. ഓക്കെ, 17 സെക്കൻഡ് ഉണ്ട്. യെസ്, റൺ ബേബി റൺ. ദേ ഞാൻ പറഞ്ഞായിരുന്നു ഇവിടുന്ന് നമ്മുടെ കൂടെ 2 പേരേ ഉള്ളൂ, ബാക്കിയുള്ളവർ വരുന്നുണ്ട്. ദേ അവരെ നമ്മൾ ഇവിടുന്ന് കണ്ടുമുട്ടി. അങ്ങനെ നമ്മുടെ മോൺട്രിയാൽ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ലൊക്കേഷനായ സൈലോയിൽ ലൈറ്റ്
അടിച്ചിട്ടുണ്ട്. അപ്പം ഈ സൈലോയിൽ ലൈറ്റുള്ള ഭാഗം കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മുടെ ലാസ്റ്റ് സ്പോട്ടാണ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ നാട്ടിലേക്ക് തിരിക്കുകയാണ്. ഏകദേശം 8 മണിക്കൂറോളം എടുക്കില്ലടാ 8 മണിക്കൂറോളം തിരിച്ച് ഡ്രൈവ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ വീട്ടിലെത്തുള്ളൂ. അപ്പം ഇപ്പം സമയം ഏകദേശം എത്രയാടാ 7 മണി ആയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരു 10-15 മിനിറ്റ്സ് ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ പണ്ട് മറ്റേ ബ്രിട്ടീഷുകാരോടും അതുപോലെ അമേരിക്കൻസും ഒക്കെ ആയിട്ട് യുദ്ധം നടന്നപ്പോൾ ഉപയോഗിച്ച പീരങ്കികളൊക്കെയാണ്. അത് ഒരു സ്മാരകം പോലെ ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ സൈലോയിലെ ലൈറ്റ് അടിച്ചിരിക്കുന്ന ഭാഗങ്ങളും കണ്ടു. ഇനി നമ്മൾ തിരിച്ച് വണ്ടിക്കകത്ത് കയറുന്നു, നേരെ ഓഷോ പിടിക്കുന്നു. ഏകദേശം 400 കിലോമീറ്ററിന് മേലെ ഉണ്ട് നമ്മൾക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക്. അപ്പം 3 ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മുടെ ഒരു ട്രിപ്പാണ് ഇവിടെ തീർന്നിരിക്കുന്നത്. അപ്പം ഇതെങ്ങനെ വീഡിയോ ആക്കുമെന്നൊന്നും എനിക്ക് ഒരു നിശ്ചയമില്ല. അപ്പം 3 ദിവസത്തെ എപ്പിസോഡായിട്ട് ഇറക്കണോ അതോ ഒറ്റ വീഡിയോ ആക്കി ഇറക്കണോ ഒരു നിശ്ചയമില്ല. അതെല്ലാം ക്ലിപ്പുകൾ കണ്ടു കഴിഞ്ഞിട്ട് അറിയാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നാൾ കൂടി വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു ചടപ്പ് അത് തന്നെ ആ ഒരു ചടപ്പുണ്ടായിരുന്നു. അതെല്ലാം പയ്യെ ഓർക്കം ആകുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇതുപോലെ ഈ വ്ളോഗിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പറഞ്ഞു തരണം. എങ്ങനെ എനിക്ക് ഈ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ബെറ്റർ ആക്കാമെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ അങ്ങനെയുള്ള ഇതെല്ലാം കമൻറ്റ് ബോക്സിലിടുക. അങ്ങനെ നമ്മൾ ഏകദേശം 7.5 മണിക്കൂറോളം ട്രാവൽ ചെയ്ത് ഏകദേശം 750ഓളം കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് ഞങ്ങളുടെ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. പക്ഷെ നല്ല ക്ഷീണമുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 3 മണിയായിട്ടുണ്ട്. രാവിലെ 8 മണിക്ക് ജോലിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വ്ളോഗും പരിപാടിയെല്ലാം ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ പുതിയൊരു വ്ളോഗുമായിട്ട് കാണുന്നിടം വരെ പീസ് ഔട്ട്.